എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും പേര് പറയുന്നതിനൊക്കെ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞതുപോലെ പ്രേമ എന്നാണ്. ചെറുപ്പടപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ മാറി നടന്നൊക്കെ സംസാരിക്കും. ചിലപ്പോൾ കേൾക്കത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. ആദ്യം ഞാൻ വിജ്ഞാനദീപത്തിലുള്ള കുട്ടികളോട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ പിള്ളേർക്കും എൻ്റെ ഗ്രാൻഡ് കിഡ്സിനും, ഞാൻ അത്ര വയസ്സായതാണ്, മുത്തശ്ശിയാണ്, അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ പുസ്തകങ്ങൾ വായിച്ച്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുക്സ് വായിച്ച് നിങ്ങൾക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ. പിന്നെ നിങ്ങളെല്ലാവരും സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരല്ല, ബാക്കി എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും ഓരോരോ കുഞ്ഞു കുഞ്ഞ് സ്വപ്നങ്ങൾ കണ്ടാണ് നിങ്ങൾ വളരുന്നത്. അങ്ങനെയാണ് ഈ ലെവലിൽ എത്തിയത്. നിങ്ങളൊക്കെ പഠിച്ച് ഇത്രയൊക്കെ ആയല്ലോ, അതിലെനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. പിന്നെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പവർ ഓഫ് 10 പ്രോജക്റ്റിനെ പറ്റി എനിക്ക് കുറച്ചും കൂടെ അറിയാം, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികൾ ആരൊക്കെയുണ്ട്? ആരുടെയും കൈ കാണുന്നില്ലോ. അല്ലല്ല, അന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ചവർ ഇപ്പോൾ 2ാം ക്ലാസ്സിലായിരിക്കും അല്ലേ? ആണോ? 2ാം ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞു കൈകൾ കാണുന്നുണ്ടല്ലോ, കണ്ട്. 3ാം ക്ലാസ് ആരൊക്കെയുണ്ട്? അങ്ങ് എണീറ്റ് നിന്നെന്ന് കാണട്ടെല്ലാവരും. നിങ്ങളൊക്കെ ഭയങ്കര ഹീറോസാണ് കേട്ടോ. 4ാം ക്ലാസ് എല്ലാവരും എണീറ്റ് നിൽക്കുന്ന ഇരിക്കാൻ പറട്ടെ. ഞാനൊരു കൊച്ചു ടീച്ചറാണ്, രാജ ടീച്ചറെ പോലെ തന്നെ. 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും അല്ലേ? അതാണ് പ്രൈമറി സ്കൂള്. നിങ്ങളൊക്കെ എഴുതിയ എഴുത്തുകൾ വായിച്ച് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തും മനോഹരമായിട്ടാണ് എഴുതിയത്. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ജാനുവരിയിൽ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെയ്ബറിനോ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന അവരെ പറ്റി എന്താണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്താലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നത്, അങ്ങനെയായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. അത് എഴുതിക്കാനായിട്ട് അതിൻ്റെ കൂടെ നടന്ന ടീച്ചേഴ്സിന് ഒത്തിരി അഭിനന്ദനങ്ങൾ കേട്ടോ. നിങ്ങളും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് എഴുതിപ്പിച്ച് 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന നമുക്കറിയാമല്ലോ, 2 ലൈനോ അല്ലെങ്കിൽ 4 ലൈനോ ആണെങ്കിലും അവരത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവരുടെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ള അവരുടെ ദുഃഖങ്ങൾ, നിങ്ങൾക്കറിയാം കുട്ടനാട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഞാനൊന്നും പറയാതെ തന്നെ അറിയാം. പക്ഷെ അത് അത്രയും മനോഹരമായിട്ട് എഴുതി ഞങ്ങൾക്ക് അയച്ചു തന്നു. എത്ര എഴുത്തുണ്ടായിരുന്നു അറിയാമോ? 687 ലെറ്റർ. ആ ലെറ്റർ മുഴുവൻ വായിച്ച ഒരാളാണ് ഞാൻ. വായിച്ചത് ഇപ്പോഴും എനിക്ക് സങ്കടങ്ങളുണ്ട്, എന്നാലും ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ്. 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരുടെയും എഴുത്തുകൾ നല്ലതായി, നല്ല മനോഹരമായിട്ട് എഴുതാൻ തുടങ്ങി. എനിക്ക് ആ നിങ്ങളുടെ എഴുത്തുകളാണ് എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ചത്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എഴുതാതെ കൊണ്ടും ഈ എഴുതിയ ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ആ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെപ്പറ്റിയാണ് എല്ലാവരും എഴുതിയത്. ആ എഴുതിയ കുട്ടി മറ്റുള്ള കുട്ടിയെപ്പറ്റി, ആ കുട്ടിക്ക് വിഷമം ഉണ്ടായിട്ടും മറ്റുള്ള കുട്ടിയെപ്പറ്റി എഴുതി. എന്തൊരു മനോഹരമായിരുന്നത്. അങ്ങനത്തെ ഒരു ചിന്തകൾ ഈ പ്രായത്തിലുണ്ടായത് നിങ്ങളുടെ അപ്പനമ്മമാരുടെയും നിങ്ങളുടെ ടീച്ചറിൻ്റെയും ഗുണം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ പിള്ളേരെ എല്ലാം നന്നായിട്ടാണ് വളർത്തുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടനാട്, ഓ മൈ ഗോഡ്, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ പോണത്, നിങ്ങൾ പോയിട്ട് വെനീസിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്യണം, സെർച്ച് ചെയ്തിട്ട് വെനീസ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് കാണണം. അപ്പോൾ ആ കുട്ടനാട് എങ്ങനെ വെനീസ് ആക്കാമെന്ന് നിങ്ങൾ ഓരോരുത്തരിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങൾ പഠിച്ച് വളരുമ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്തയിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 5, 6, 7, 8, 9, 10 ആൾക്കാരെ എണീപ്പിച്ചല്ല. കാരണം നിങ്ങൾക്ക് ഇച്ചിരി നാണമൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എഴുതിയ എഴുത്തുകളൊക്കെ എനിക്കറിയാം കേട്ടോ. എനിക്ക് കാണാപ്പാടെ അറിയാം ചെറിയ എഴുത്തൊക്കെ. അനുപമയുടെ എഴുത്തും കിരണിൻ്റെ എഴുത്തും എല്ലാവരുടെയും എനിക്കറിയാം. അനുപമയുണ്ടോ ഇവിടെ? അപ്പം ഞങ്ങൾ ഇന്നലെ ഈ കുട്ടനാട്ടിലൂടെ പോയപ്പോൾ ഞങ്ങളെ ബോട്ടിൽ, രാജിയുടെ നാടാണല്ലോ, രാജി ടീച്ചറിൻ്റെ നാടാണല്ലോ കുട്ടനാട്. അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര പ്രൗഡായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു. പുള്ളിക്കാരത്തി പഠിച്ച സ്കൂളുകൾ അതിൻ്റെ മുമ്പിൽ പോയി നിർത്തി. പുള്ളിക്കാരത്തിൻ്റെ തറവാട്, അവിടുത്തെ അമ്പലം എല്ലാം ഭയങ്കര രസകരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങളും ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ ചില കൊച്ചു കാര്യങ്ങൾ നിങ്ങളെ പോലെ തന്നെ കുട്ടനാട്ടിലെ ഈ വെള്ളവും ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക്, കൊതുക്, അതൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നെങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്തു.
നല്ല ബ്യൂട്ടിഫുൾ നാടാണ് കുട്ടനാട്. ഞങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. എനിക്കൊരു എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് കുട്ടനാട്ടിൽ നിന്ന്. പുള്ളിക്കാരത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരത്തി കെട്ടിച്ച് വന്നതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. പുള്ളിക്കാരത്തി എപ്പോഴും കുട്ടനാട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴേ ഒരു കൊട്ട നിറച്ച് മീൻ കൊണ്ടുവരും. ഞങ്ങൾക്കറിയാവോ കൊട്ട നിറച്ച് മീൻ കൊണ്ടുവന്ന് എന്നാ ചെയ്യണം? ഞങ്ങൾ 2-3 മീനൊക്കെ കറി വയ്ക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ രാജി പഠിച്ച സ്കൂളിനെ പറ്റി പറഞ്ഞു. അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മലയാളം സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞ് ആ പ്രായത്തിലൊക്കെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. എൻ്റെ വല്യമ്മയുടെ കൂടെ ഞാൻ കുറച്ചാൾ നിന്നു. അപ്പോൾ വല്യമ്മ ഇങ്ങനെ നാട്ടിലെ കഞ്ഞി കപ്പി ഇതൊക്കെ തരും. ഞാൻ പറയും എനിക്കതൊന്നും വേണ്ട, എനിക്ക് മുട്ടയും ഓംലെറ്റും ബ്രെഡൊക്കെ മതി കൂടെ. അപ്പോൾ എൻ്റെ വല്യമ്മ അന്നത്തെ കാലത്ത് പിന്നെ പഠിത്തമൊന്നും ഇല്ലാത്ത ആൾ എൻ്റെ അടുത്ത് പറയും, നീ വല്ല അമേരിക്കയിലും ജനിക്കേണ്ടായിരുന്നു. ആ പറഞ്ഞത് ശരിക്കും ബലവത്തായി. തിരിച്ച് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ 45 വർഷമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് മലയാളമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും, ഞാനും അങ്ങനെയുള്ളായിരുന്ന ആരായിരുന്നു. നമ്മളെല്ലാം ഒരു ചെറിയ ഡ്രീം എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവരും എന്ന് സ്വപ്നം കാണാറുണ്ടോ? ഒന്നരാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും സ്വപ്നം കാണിയല്ലേ? ആ കാണുന്ന സ്വപ്നം ഉറക്കത്തിലല്ലാതെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് എന്താകണം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫാമിലിയെ, എൻ്റെ അപ്പനമ്മമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, എൻ്റെ സഹോദരങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ നിങ്ങളൊരു കൊച്ചു സ്വപ്നങ്ങളും കൊച്ചു പ്ലാനുകളുമായിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടനാട് നിങ്ങൾ വെനീസാക്കി തീർക്കുക കേട്ടോ. ഇനി എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. രാജു പറഞ്ഞ പോലെ ഞാനും മൈക്ക് കിട്ടിയാൽ ഇങ്ങനെ നീന്തി പോകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.